നിങ്ങൾ ഇന്നു മുതൽ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളെ മക്കള് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ബബിൾഗം തിന്നുന്നത് നിങ്ങൾ തടയണം. ബബിൾഗത്തിലൂടെയാണ് ഇതിൻ്റെ തുടക്കം. ഓക്കെ, നമ്മളെ മക്കൾ വേറെ എന്തെല്ലാം ഉണ്ട്, ഈത്തപ്പഴം തിന്നോട്ടെ, അയച്ചേക്ക് പഴംപൂഴിങ്ങ നെയ്യിലിട്ട് കൊടുക്ക്, തിന്നോട്ടെ, ചമച്ചോട്ടെ, ഇങ്ങനെയെല്ലാം വരുമ്പോഴല്ലേ ഒരു സഞ്ചിയിലാക്കി അങ്ങ് കൊടുത്താൽ മതി. ഇവിടെ കുത്തിഞ്ഞ് തിന്നോട്ടെ, ഇങ്ങനെ തിന്നോട്ടെ. ഇവിടെ കുത്തിഞ്ഞ് ബബിൾഗാണോ തിന്നേണ്ടത്? കുട്ടി നശിച്ചു പോകുന്നുള്ള ബോധം വേണ്ടേ? ഒരു ബബിൾഗോ ഒരു ലേസ് തിന്നാനുള്ള പ്രശ്നമല്ല പറഞ്ഞത്. ലഹരിയായി മാറുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? നിങ്ങൾക്ക് ലഹരി ഉണ്ടാ? ഇല്ല. പിന്നെ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? കുട്ടിക്ക് പേടിയായിട്ട് പോലും പറഞ്ഞിട്ടില്ല എന്ന്. അതിനാദ്യം നിങ്ങൾക്ക് ലഹരി എന്താന്ന് തിരിയണ്ടേ. ലഹരി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാട്ടോ. ഒരു സാധനം കാണുമ്പോൾ, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, അത് നമ്മുടെ കയ്യിൽ കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴും മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സാധനത്തെയും വസ്തുവിനെയും വീണ്ടും വീണ്ടും കാണാൻ, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ, വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ, സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് ലഹരി. എന്തെങ്കിലും കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണുമെന്ന് തോന്നുക, എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ഒന്നും കാണണം എന്ന് തോന്നില്ല. ദൈവങ്ങളാട്ടോ നിങ്ങള്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? യെസ്, അതാ രാവിലെ എണീക്കുമ്പോൾ മൊബൈൽ ഫോൺ മാന്തണം, തോണ്ടണം, റീൽസ് നോക്കണം, സ്റ്റാറ്റസ് നോക്കണം, സ്റ്റോറി നോക്കണം, ഫോണ് നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇത് തോണ്ടുമ്പോൾ ഒരു കുളിർമ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. ചായ കുടിക്കുമ്പോൾ, കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും പച്ചവെള്ളവും ലഹരിയാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ, പള്ളിയിൽ പോകുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ, വീണ്ടും വീണ്ടും പള്ളിയിൽ പോകണമെന്നും നിസ്കരിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ, പള്ളിയും നിസ്കാരവും പ്രാർത്ഥനയുമെല്ലാം ലഹരിയാണ്. പാവങ്ങളെ സഹായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്നതെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നത് ലഹരിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ, വീണ്ടും വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തോന്നുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ലഹരിയാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ, വോളിബോൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ വോളിബോളും ക്രിക്കറ്റും ചെസ്സും ക്യാരം ബോർഡും എല്ലാം ലഹരിയാണ്. പുസ്തകം വായിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ, വീണ്ടും വീണ്ടും പുസ്തകം വായിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ, എടാ രാവിലെ എണീക്കുമ്പോൾ ബുക്ക് വായിക്കണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടാ? ഭാഗ്യം. ഞാൻ വിചാരിച്ച അതാറ്റ ലഹരിയാന്ന് പറഞ്ഞുവിടുന്നു. അപ്പോൾ ഓനും എന്നെപ്പോലെ തന്നെ കേട്ടോ, ബുക്ക് കാണുമ്പോൾ ഒന്നേരം ഉറങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, മക്കൾക്ക് വേണ്ടതൊന്നും ലഹരിയാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ആ കുട്ടിക്ക് വായന ലഹരിയാകണമായിരുന്നു, കളി ലഹരിയാകണമായിരുന്നു, രാഷ്ട്രീയം ലഹരിയാകണമായിരുന്നു, സാമൂഹ്യ സേവനം ലഹരിയാവണമായിരുന്നു. നമ്മളെ മക്കൾ അതൊന്നും പഠിപ്പിച്ചില്ല. നിങ്ങൾ എ പ്ലസ് എന്ത് എ പ്ലസ്? അതുകൊണ്ട് ഈ നാട്ടിൽ MDMA കുറിച്ച് നിങ്ങളെല്ലാം ഇന്നോട്ട് പഠിക്കണം. ഈ മണ്ണിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അതിന് MDMA കണ്ടാൽ നിങ്ങൾക്ക് തിരിയോ? MDMA 4ാം ക്ലാസ്സിലെ ചെക്കൻ ഉപയോഗിക്കുന്നുണ്ടോലും. കോഴിക്കോട് ജില്ലയിലെ 120 സ്കൂളുകളിൽ ഇതിൻ്റെ സാമീപ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭയക്കണ്ടേ? 1000-ൽ 1 കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടി നിങ്ങളുടേതല്ലായിരിക്കണമെന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണ്ടേ? ആ 1000-ൽ 1 എൻ്റെ മകനായിരിക്കരുത് എന്നുള്ള പ്രാർത്ഥനകൾ എടുത്തോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ പ്രാർത്ഥന എടുക്കുന്നു. അതിനാദ്യം MDMA കണ്ടാൽ മനസ്സിലാവണം. MDMA നല്ല 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും, കർപ്പൂരം പോലെ ഉണ്ടാവും. അല്ല എങ്കിൽ പഞ്ചസാര പോലെ, കർപ്പൂരം പോലെ, വേറെന്താ അങ്ങനെയുള്ള കൽക്കണ്ടം പോലെ, കൽക്കണ്ടം കണ്ടിട്ടില്ലേ? അതുപോലെ ഉണ്ടാവും. ഈ 1 ഗ്രാമിന് 2000 മുതൽ 5000 റുപ്യ വരെ വിലയുണ്ട്. അതാ ഇവിടുത്തെ 4ാം ക്ലാസ്സുകാരൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കേടുന്നാടോ എൻ്റെ ചക്കന് ഇത് ഉപയോഗിക്കാൻ 2000 റുപ്യ? ഇത് സൗജന്യമായിട്ടാണ് ലഹരി മാഫിയ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ സാധനം കൊണ്ടു നടക്കാൻ, ഇത് ഇവിടെ നാടെ എത്തിക്കാൻ ഏറ്റവും നല്ല മീഡിയ ആരാ ഒന്ന് പറഞ്ഞാട്ടെ? ഒരു സാധനം, ഒരു ലഹരി, ഇവിടുന്ന് ഒരു കള്ളിൻ്റെ കുപ്പി എനിക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറം എത്തിക്കണം. ഏറ്റവും നല്ലത് ആരുടെ അടുത്ത് കൊടുക്കുന്ന? കുട്ടികളെടുത്ത്. കുട്ടികൾ ആരും ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങളെടുത്ത്. പെണ്ണുങ്ങളാരും തൊടാനുള്ള ചങ്കൂറ്റം ഇവിടെ ഇല്ല. നിങ്ങൾ റോഡുമ്പോൾ കൂടി പോകുമ്പോൾ കൈയാണിക്കാണ്ട് നിർത്തി പോകുമ്പോൾ പോലീസിൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ? അത് MDMA ആണ് എന്നാ. അല്ലാണ്ട് പോലീസിനെ കാണുമ്പോൾ നിങ്ങൾ എന്താ കൈയാണിക്കാൻ നിർത്തുന്നത്? എന്താ
അപ്പം നമുക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിയമം അനുസരിക്കാൻ ആദ്യം പഠിക്കണം. ഈ സാധനം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോവും. ഈ കർപ്പൂരപ്പൊടിയില്ലേ, ഈ പഞ്ചസാര തരി പോലത്തെ സാധനം ഇല്ലേ, അത് പഞ്ചസാര തരിയാണോ MDMA ആണോ എന്ന് മനസ്സിലാക്കാൻ ഇത് തുറന്നു വെക്കുമ്പോൾ അലിഞ്ഞു പോവും. മറ്റേത് അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ലേസിൻ്റെ പാക്കറ്റ് പോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് പറയാൻ വളരെ സിമ്പിളാണ്. മക്കളുടെ കയ്യിൽ എപ്പോഴും ATM കാർഡ് പോലത്തുള്ള ഒരു കാർഡ് ഉണ്ടാവും ഇത് പൊടിക്കാൻ. രണ്ടാമത്തെ ഈറ്റകളെ പൈസ ഇല്ലേ, ഇയാളെ കീശയിലെ പൈസ ഇല്ലേ, അതപ്പോഴും ഇങ്ങനെ തിരിച്ച് മറിഞ്ഞ രീതിയിലുണ്ടാവുക. ഇങ്ങനെ തിരിച്ചിട്ട് ഈ പൊടി ഈലിട്ടിട്ടാണ് വലിയ മൂക്കിലൂടെയോ വായിലൂടെയോ കണ്ണിലൂടെയോ ജ്യൂസിലൂടെയോ ഐസ്ക്രീമിലൂടെയോ അല്ല ഇത് വയറ്റിലേക്ക് അങ്ങ് എത്തിക്കുന്നത്. ഇതങ്ങ് ചെന്നാൽ മതി കേട്ടാ, നമ്മളെ മക്കൾ 48 മണിക്കൂർ സന്തോഷത്തിൻ്റെ ലോകത്ത് പറക്കും. ഈ കണ്ടോത്ത കുനിയിലെ കുട്ടികളെല്ലാം സന്തോഷമായിരിക്കും. അപ്പം നിങ്ങൾ നല്ല കുട്ടികളാട്ടോ. അടുത്ത് വോളിബോൾ ഇഷ്ടപ്പെടുന്നവൻ വോളിബോൾ ഇഷ്ടപ്പെട്ട് മരിക്കും, ഫുട്ബോൾ കാണുന്നവൻ ഫുട്ബോൾ കണ്ട് മരിക്കും, പഠിക്കുന്ന കുട്ടി പഠിച്ചു മരിക്കും, ബാപ്പേനെയും ഉമ്മേനെയും സ്നേഹിക്കുന്നവൻ സ്നേഹിച്ചു കൊല്ലും, ഉമ്മേനെ സഹായിക്കുന്ന ചെക്കൻ ഉമ്മേനെ സഹായിച്ചു കൊല്ലും, ഉമ്മ തിരുമ്പുമ്പോൾ ഓൻ ഒലുമ്പുമ്പോൾ ഉമ്മ പിഴിയും, ഉമ്മ പിഴിയുമ്പോൾ ചെക്കൻ കുടഞ്ഞാറിയിടും. നേരത്തെ പറയണ്ട, തങ്കുവാ ചെക്കെ, തങ്കുവൊന്നുമല്ല ചെക്കെ. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ചെക്കനുണ്ട്, അവൻ്റെ അമ്മേനെ പശുവിനെ ഉന്തുമ്പോൾ ഓൻ പയ്യനെ ഉന്തു, അമ്മ കറക്കുമ്പോൾ ഓൻ കുട്ടീനെ പിടിക്കൂ, അമ്മ തിരുമ്പുമ്പോൾ എൻ്റെ അമ്മ പറയും ഓനെ കണ്ട് പഠിക്കടാ ഇനി. ഓനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും നേരെ കിടക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. പൊളച്ചിട്ട വലിയ കിടക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളെ കുട്ടി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കണം. എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് ചെക്കനെ വയറ്റുന്ന കഴിഞ്ഞായിട്ടായിട്ട് ഇങ്ങനെ കിടക്കുമ്പം പറയണം. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്നറിയോ, ഇത് ഉപയോഗിച്ചാൽ സന്തോഷമൊക്കെ ഉണ്ടാവുമെങ്കിലും 6.5 കൊല്ലം കൊണ്ട് മുഴുത്ത ഭ്രാന്തനായി നമ്മളെ മക്കൾ മാറും. ഈ 6.5 കൊല്ലം കൊണ്ടൊന്നും 6.5 കൊല്ലമൊന്നും ഇതെത്തുന്നു എനിക്കൊരു ഗ്യാരണ്ടി പറയാനും പറ്റില്ല. എൻ്റെ ഏറാമല എന്ന് പറയുന്ന ദേശത്ത് ഈ 2024 ജനുവരി 1 മുതൽ ഡിസംബർ 1 വരെ ഈ രാസലഹരി ഉപയോഗിച്ച് മരിച്ചുപോയ ജന്മങ്ങൾ 22 വയസ്സിന് താഴെയുള്ള 7 കുട്ടികളാണ്. കുന്നുമ്പക്കര പള്ളീൻ്റെ പുറകിലാണ് ഉറുമ്പരിച്ച നിലയിൽ ഈ MDMA ഉപയോഗിച്ചു. രണ്ടാമത്തെ ആ കൈനാട്ടി പാലത്തിൻ്റെ അടുത്ത് നീറ്റുകൾ മരിച്ചു എന്ന് വെച്ചിട്ട് ഒരുത്തനെ മേലെ നിന്ന് താഴെ ഇട്ടതാ. ആദ്യൂരിൽ അങ്ങനെ ഇടയിൽ അങ്ങനെ 7 ജന്മങ്ങൾ എൻ്റെ നാട്ടിൽ മരിച്ചത് കണ്ടിട്ടുണ്ട് ഞാൻ. ഓലൊന്നും 6.5 കൊല്ലമായിട്ടായിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട്. മരിച്ചു പോയിക്കേണ്ട ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളെ മക്കളിൽ നശിച്ച് പുഴുത്തു മരിക്കുന്നത് നമുക്ക് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇതിനെ ഒരിക്കലും അങ്ങ് ഇതെന്തുകൊണ്ട് മക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠങ്ങൾ പഠിക്കേണ്ടത്. ഇതൊരു പ്രാവശ്യം നാവിൻ്റെ തുമ്പത്തേക്ക് തൊട്ടുപോയാൽ ഈ 48 മണിക്കൂറിന് ശേഷം ഇതേ അളവിൽ ഈ സാധനം നാവിൻ്റെ തുമ്പത്ത് വരണം. വന്നിട്ടില്ലെങ്കിൽ ഈ കുട്ടിക്ക് വല്ലാണ്ട് വയലൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് കുട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് 12 വയസ്സുള്ള കുട്ടി കുറ്റ്യാടി ടൗണിലൂടെ ഉടുതുണിയില്ലാതെ ഓടി നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഭീകരത. അപ്പോൾ നിങ്ങളെ മക്കൾ ഒരു പ്രാവശ്യം ഈ ലോകത്തേക്ക് വന്നു പോയാൽ, ഒരു ജ്യൂസ് കുടിച്ചു പോയാൽ, ഒരു ഐസ്ക്രീം തിന്നു പോയാൽ, ഒരു ഭക്ഷണത്തിൽ ഇതായിട്ട് ആരെങ്കിലും ഇട്ടുപോയാൽ നമ്മളെ കുട്ടികൾ അവിടെ അവസാനിക്കുന്നു. ഇത്രയും ഭീകരമായ വേറൊരു സാധനം ഈ ലോകത്തുണ്ടോ? ഇല്ല.